സിസ്റ്റത്തിൽ ഒരു ആയിരക്കണക്കിന് ഫോണ്ടുകൾ ഉണ്ടാവും. എന്നാലും ഓരോ ഡിസൈനിന് വേണ്ടിയിട്ടും ഫോണ്ടുകൾ നോക്കിയിരുന്ന് ഒരുപാട് സമയം പോകും. ഡിസൈൻ ചെയ്യാനുള്ള മൂഡ് വരെ അങ്ങനെ നഷ്ടപ്പെടും. ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടോ? ടൈപ്പോഗ്രഫിയെ കുറിച്ച് ശരിക്കൊന്ന് മനസ്സിലാക്കിയാൽ മാറ്റം കൊണ്ടുവരാം. ഡിസൈനിൽ ഉപയോഗിക്കുന്ന ഫോണ്ടുകൾ സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയയാണ്. ഭംഗിയുള്ള ഫോണ്ടുകൾ നോക്കി ഉപയോഗിക്കുക എന്നുള്ളതല്ല, നമ്മളുടെ ഡിസൈനിന് ആപ്റ്റ് ആയിട്ടുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കുക എന്നുള്ളതിലാണ് കാര്യം. എല്ലാ ഫോണ്ടുകൾക്കും ഒരു ഇമോഷൻ ഉണ്ട്. ചിലത് ഫണ്ണായിരിക്കും, ചിലതിനൊരു കോർപ്പറേറ്റ് സ്വഭാവം ഉണ്ടാവും, ചിലത് കാഷ്വൽ ആയിരിക്കും. ഫോണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ പരിഗണിക്കേണ്ടുന്ന കാര്യമാണിത്. ഡിസൈനിന്റെ ടോൺ ഓഫ് വോയിസിനനുസരിച്ച് വേണം നമ്മൾ ഈ ഫോണ്ടിന്റെ പേഴ്സണാലിറ്റി ഫിക്സ് ചെയ്യാനായിട്ട്. അതായത് ഫണ്ണാണോ കാഷ്വൽ ആണോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഈ പേഴ്സണാലിറ്റി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പേഴ്സണാലിറ്റിയിൽ പെടുന്ന നല്ല ഫോണ്ടുകൾ കണ്ടെത്തിയാൽ മതി. നല്ല ഫോണ്ടുകൾ എന്ന് വെച്ചാൽ നമ്മളുടെ ഡിസൈനിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഫോണ്ട്. ഫോണ്ടിന്റെ പേഴ്സണാലിറ്റി വെച്ച് ഫിൽട്ടർ ചെയ്ത് നമ്മളുടെ ഡിസൈനിന് ആപ്റ്റ് ആയിട്ടുള്ള ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു സൈറ്റാണ് fontshare.com. പേഴ്സണാലിറ്റി മാത്രമല്ല, നല്ല ഫോണ്ട് പെയറുകളും നമുക്ക് ഈ സൈറ്റ് വഴി കണ്ടെത്താൻ പറ്റും. നിലവിൽ ഇതിൽ ഒരുപാട് ഫോണ്ടുകളൊന്നുമില്ല, എന്നിരുന്നാൽ പോലും ഉള്ള ഫോണ്ടുകൾ നല്ല ഫോണ്ടുകളാണ്. ഭാവിയിൽ അതിൽ അപ്ഡേറ്റ് വരുമായിരിക്കും. ഇത് ഫോളോ ചെയ്യാവുന്ന ഒരു സൈറ്റാണ്. ഇംഗ്ലീഷ് ഫോണ്ടുകളാണ് ഇതിലുള്ളത്. ഫോണ്ടുകളെ കുറിച്ച് നമുക്ക് ഇനിയും സംസാരിക്കാം അടുത്ത വീഡിയോയിൽ.